വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. സിൻസൈ മെറ്റി എന്ന ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഷെങ്മു സിഹാനെ കാറിലാണ് കൂട്ടിക്കൊണ്ടുവന്നതെങ്കിലും ഇടയ്ക്ക് വെച്ച് നടന്നു പോയാൽ മതിയെന്ന് ബഹളമുണ്ടാക്കി അവൾ വണ്ടിയിൽ നിന്നിറങ്ങുന്നു. അവനവളെ തോളിലെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവനാണ് കൂടെയുള്ളതെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. അവൻ്റെ തോളിൽ കിടന്നുകൊണ്ട് ഞാനൊരു രഹസ്യം പറയാം. ഷെങ്മുവിന് എന്നെ ഇഷ്ടമാണ്. അവൻ തന്നെയാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന പേരിൽ ഞാനുമായി ചാറ്റ് ചെയ്യാറുള്ളത് എന്നൊക്കെ അവൾ പറയുന്നു. നിനക്കവനെ ഇഷ്ടമാണ് എന്നവൾ ചോദിച്ചെങ്കിലും അപ്പോഴേക്കും അവളുടെ റിലേ ഫുൾ പോയിരുന്നു. അടുത്ത ദിവസം രാവിലെ ബോധം വന്നപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് അവൾ കുറേ ആലോചിക്കുന്നുണ്ട്. ആ സമയത്താണ് സ്വീറ്റ് ആൻഡ് സോർ ഡെസർട്ടിനെ കുറിച്ച് എഴുതിയ ആർട്ടിക്കിൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാൻഡ് മാസ്റ്ററുടെ മെസ്സേജ് അവൾക്ക് വന്നത്. അത് ഷെങ്മു ആണെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ ആകെ ത്രില്ലടിക്കുന്നു. ഞാൻ എങ്ങനെ ഇരിക്കുന്നതായിരിക്കും അവന് ഇഷ്ടം, ക്യൂട്ടായിരിക്കുന്നതാണോ അതോ കോൾഡായിരിക്കുന്നതാണോ എന്നൊക്കെ അവൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നല്ലൊരു അഭിനേത്രിയാണ്, സിനിമയിൽ അഭിനയിക്കാതിരുന്ന കഷ്ടമായി പോയി എന്നൊക്കെ സ്വയം പറയുന്നുണ്ട്. അപ്പോഴേക്കും പുറകിലെത്തിരുന്ന ഷെങ്മു റുയിയും കൂടി അത് കഷ്ടമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ട് അവളാകെ ചമ്മി അകത്തെ കൂടുന്നു. റോയിയുടെ സ്നാക്സ് തീരാറായി, അതുകൊണ്ടൊന്ന് ഷോപ്പിങ്ങിന് പോകണം. വേഗം റെഡിയായി വരാൻ ഷെങ്മു അവളോട് വിളിച്ചു പറയുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് ഷെങ്മു റോയും കൂടി ഒരിടത്തിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വന്ന് വീചാറ്റ് അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. സിഹാൻ അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്നു. റോയി പെട്ടെന്ന് മമ്മി വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്പർ എടുക്കുന്നു. ആ പെൺകുട്ടി ചമ്മലോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. സിഹാന് ശരിക്കും അസൂയയും കുശുമ്പും ഒക്കെ തോന്നുന്നുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് നടന്നപ്പോൾ അവൾ തലയിൽ കിടന്നിരുന്ന ബാൻഡ് ഊരി അവൻ്റെ കയ്യിലിട്ട് കൊടുത്തിട്ട് ഇതൊരു പ്രൊട്ടക്ഷൻ ടൂളാണ്, ഇനി പുറത്ത് പോകുമ്പോൾ ഇത് അരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. എനിക്കും വേണമെന്ന് റൂയി പറഞ്ഞപ്പോൾ ഒരെണ്ണം അവൾ അവൻ്റെ തലയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. സിഹാൻ്റെ പൊസസീവ്നെസ് കണ്ട് ഷെങ്മുവിന് ചിരി വരുന്നുണ്ട്. അവർ വീണ്ടും മുന്നോട്ട് നടന്നപ്പോഴാണ് റൂയിയുടെ സ്കൂൾ തുറക്കാറായി. അതുകൊണ്ട് അവനെ തിരികെ കൊണ്ടുപോകാനായി വീക്കെൻഡിൽ ആരെങ്കിലും അയക്കും. തൽക്കാലം ഇക്കാര്യം മറ്റാരോട് പറയണ്ടെന്ന് പറഞ്ഞ് ചേച്ചി മെസ്സേജ് അയച്ചത്. റൂയി തിരികെ പോവുകയാണെന്നുള്ള കാര്യം അവളെ വിഷമിപ്പിക്കുന്നുണ്ട്. തൽക്കാലം അക്കാര്യം അവൾ അവനോട് പറയുന്നില്ല. ഷെങ്യു ഗേൾഫ്രണ്ട് ആകാമെന്ന് സമ്മതിച്ചോടെ അന്ന് രാത്രി അവർ ഒരുമിച്ചാണ് അവിടെ കഴിയത്. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടയിൽ അവൻ അവൾക്കൊപ്പം സെൽഫി എടുത്ത് ഷെങ്മുവിന് അയച്ചു കൊടുക്കാൻ തുടങ്ങിയെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. തൽക്കാലം ഇക്കാര്യം മറ്റാരോടും പറയരുത്, ആരെങ്കിലും അറിഞ്ഞാൽ ഉടനെ തന്നെ ബ്രേക്കപ്പ് ആകും എന്നവൾ കണ്ടീഷൻ വയ്ക്കുന്നു. മുമ്പ് അവൾ റിലേഷനിലായപ്പോഴൊക്കെ ചേച്ചി തന്നെ ഒഴിവാക്കുകയാണെന്ന് തോന്നൽ ഷെങ്മുവിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അവനങ്ങനെ കരുതുമെന്നുള്ള പേടി കാരണമാണ് തൽക്കാലം ആരോട് പറയേണ്ടെന്ന് അവൾ പറയുന്നത്. അവനിപ്പോൾ പഴയതുപോലെയല്ല, മാത്രമല്ല ബോയ് ഫ്രണ്ട് ഞാനല്ലേ, അതുകൊണ്ട് അവന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് ജിയാങ്മു പറഞ്ഞു നോക്കിയെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. അവസാനം ആരോട് പറയില്ല എന്ന് അവന് സമ്മതിക്കേണ്ടി വരുന്നു. വണ്ടിയിൽ തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഷോപ്പിലേക്ക് വന്നാൽ ഡെസേർട്ട് ഉണ്ടാക്കാൻ എന്നെ കൂടി പഠിപ്പിക്കുമെന്ന് സിഹാൻ ഷെങ്മുവിനോട് ചോദിക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് എന്താണ് ഇങ്ങനൊരു ആഗ്രഹം തോന്നാനെന്ന് അവൻ ചോദിച്ചപ്പോൾ ഫാൻസിനെ ഡെസേർട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന സെക്ഷൻ കൂടി തുടങ്ങിയാലെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻ ആണെന്ന് അവൾ പറയുന്നു. അവനത് സമ്മതിക്കുന്നുണ്ട്. പുതിയ ഡെസേർട്ട് ലോഞ്ച് ചെയ്തതോടുകൂടി ഷോപ്പിൽ ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. ബിസിനസ് നന്നായി പോകുന്നതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ലീവ് എടുത്തോളാൻ ഷെങ്മു സ്റ്റാഫിനെ അറിയിക്കുന്നു. സിഹാൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവരെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത്. ബോസ് പതിവില്ലാതെ ലീവ് തരാൻ കാരണം എന്തായിരിക്കുമെന്ന് 4 ആൾ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. സിഹാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമെന്ന് അവർ ഊഹിക്കുന്നു. സിഹാൻ അന്ന് കമ്പനിയിൽ പോയി ജോലിയുടെ കാര്യത്തെക്കുറിച്ച് ഷെങ്യുമായി സംസാരിക്കുന്നു. വ്യൂവേഴ്സ് കൂടുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് പോരാ, അതുകൊണ്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും മെഷേഴ്സ് കണ്ടെത്തണമെന്ന് ഷെങ്യു അവളെ അറിയിക്കുന്നു. അനിയനുമായുള്ള അവളുടെ റിലേഷനിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ മനസ്സിലുള്ളത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ച് പുറകിലോട്ടാണ്, അതുകൊണ്ട് അവന് കുറച്ചുകൂടി സമയം നൽകണം. ഇന്ന് വരെ മറ്റാരെയും അവൻ നിന്നെ ട്രീറ്റ് ചെയ്ത പോലെ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവൻ ഉറപ്പായി നിന്നെ ഇഷ്ടമാണ്, പക്ഷേ തുറന്നു പറയാനുള്ള സമയം നൽകണമെന്നൊക്കെ ഷെങ്യു അവളോട് പറയുന്നു. സിഹാൻ ചിരിച്ചുകൊണ്ടെല്ലാം സമ്മതിച്ചിട്ടാണ് പോയത്. സിയാങ് അന്നും രാവിലെ തന്നെ ഷെങ്മുവിൻ്റെ ഷോപ്പിലെത്തി അവനെ വായി നോക്കാൻ തുടങ്ങുന്നു. അവൾ ഫോണെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അകത്തേക്ക് കയറി പോകുന്നു. അവൾ കസേരയിൽ കയറി നിന്ന് അവനെ കാണാൻ പറ്റുമോ എന്ന് എത്തിവരിഞ്ഞ് നോക്കുന്നിടയിൽ കാൽ വഴുതി താഴേക്ക് വിടാൻ തുടങ്ങുന്നു. ആ സമയത്ത് അവളുടെ മേശ തുടച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ഈഹാങ് അവളെ താങ്ങി പിടിച്ചുകൊണ്ട് അവൾ താഴെ വീണില്ല. പക്ഷെ ആ നിൽപ്പിൽ അവൻ വളരെ സുന്ദരനാണെന്ന് അവൾക്ക് ആദ്യമായി തോന്നുന്നു. അവളെ നേരെ നിർത്തിയിട്ട് അവൻ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ ഇത്ര സുന്ദരനാണെന്ന് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. ഷെങ്മുവിനോട് പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഡെസേർട്ട് ഉണ്ടാക്കാൻ പഠിക്കാനായി സിയാൻ ഷോപ്പിലെത്തുന്നു. അവൻ കിച്ചണിൽ നിന്ന് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അവളെ പഠിപ്പിക്കുകയാണ്. രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്താണ് ഓരോന്നും ചെയ്യുന്നത്. ഇടയ്ക്ക് കയ്യിൽ കിടന്നിരുന്ന ബാൻഡ് കൊണ്ട് അവൻ അവളുടെ അഴിഞ്ഞു കിടന്ന മുടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. അവളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തോളാൻ പറഞ്ഞതെന്ന് അപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായിരുന്നു. അവസാനവട്ട പണികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് അവരാരും പോയിരുന്നില്ല. സിയാങ് ആണെങ്കിൽ ഷെങ്മുവിനെ വിട്ട് ഈഹങ്ങിൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ്. അവൾ കുറേ ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവരെയും വിളിച്ച് അടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഷോപ്പ് ക്ലോസ് ചെയ്യണം, ഇത്രയധികം ഡെസേർട്ടൊന്നും വാങ്ങി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ബോസിന് നിന്നെ ഇഷ്ടമല്ല എന്ന് അവൻ പറയുന്നു. ബോസിനെ ഞാൻ വിട്ടു, ഇപ്പോൾ എനിക്ക് നിന്നെയാണ് ഇഷ്ടം എന്നവൾ പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ ഇപ്പോൾ തന്നെ മാറ്റിയേക്കാം എന്നവൻ പറയുന്നുണ്ട്. അവൾ പക്ഷെ നിർബന്ധിച്ച് അവൻ്റെ ഫോൺ വാങ്ങിയിട്ട് മുഖത്തെ കടുപ്പിച്ച് പിടിച്ച് അതിൻ്റെ ലോക്ക് മാറ്റി അവളുടെ നമ്പർ അതിൽ ഗേൾ ഫ്രണ്ട് എന്ന പേര് സേവ് ചെയ്തിരുന്നു. ഓർഡർ ചെയ്ത ഡെസേർട്ടെല്ലാം പാഴ്സലാക്കി വാങ്ങിയിട്ട് അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാൻ പറഞ്ഞ് അവനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർ ഒരുമിച്ച് പോകുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് ഇറങ്ങി വന്ന സിയാൻ ബായിയോട് അവരെ പറ്റി ചോദിക്കുന്നുണ്ട്. സിയാങ് അധികം വൈകാതെ അവനെ വളച്ചെടുക്കുമെന്ന് അവൻ പറയുന്നു. കപ്പിൾസ് ഉറപ്പായും ചെയ്തിരിക്കേണ്ട 100 കാര്യങ്ങളുടെ ലിസ്റ്റുമായി ജിയാങ്വു
ഷെങ്മുവിൻ്റെ അടുത്തെത്തിയപ്പോൾ ഗേൾ ഫ്രണ്ട് ആകാൻ സമ്മതിക്കേണ്ടിയിരുന്നില്ല എന്നവൾ പറയുന്നുണ്ട്. അവന് പക്ഷേ അവളെ വെറുതെ വിടാൻ ഒരു ഉദ്ദേശവുമില്ലായിരുന്നു. അന്ന് അവൾ വീട്ടിലേക്ക് പോയപ്പോൾ ആ ലിസ്റ്റുമായി അവനും കൂടെ പോകുന്നു. അതവിടെ ഭിത്തിയിൽ തൂക്കിടാൻ തുടങ്ങിയപ്പോൾ ഷെങ്മുവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. അവനിപ്പോൾ വരുമെന്ന് പറഞ്ഞ് അവൾ സമ്മതിക്കുന്നില്ല. അവനോട് വേഗം വീട്ടിൽ പോകാനും അവൾ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ആയിരിക്കുന്ന സമയത്ത് നീ കൂടുതൽ സന്തോഷവതിയായിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിനക്ക് ഞാനൊരു സർപ്രൈസ് തരാൻ ഉദ്ദേശിച്ചതാണ്. ശരിക്കും ഞാൻ തിരിച്ചു പോകണമെന്നൊക്കെ അവൻ ചോദിച്ചപ്പോൾ അവനെ പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ മറന്ന് അവൾ അവനെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയത്താണ് വാതിലിൽ മുട്ട് കേട്ടത്. രണ്ടുപേരും കൂടി ഞെട്ടി മാറുന്നുണ്ട്. അവൾ പോയി വാതിൽ തുറക്കുന്നു. ഷെങ്മു താഴെ നിന്ന് അവിടേക്കുള്ളൊരു പാഴ്സൽ കൂടി എടുത്തുകൊണ്ടാണ് വന്നത്. പക്ഷെ അത് എന്താണെന്ന് തുറന്നു നോക്കാൻ അവർ രണ്ടുപേരും അവനെ സമ്മതിക്കുന്നില്ല. അവളത് അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നുണ്ട്. ഞാൻ വന്നത് ശരിയായ സമയത്തല്ലേ എന്നവൻ ചോദിച്ചപ്പോൾ ജിയാങ്മു ബിസിനസ്സുകാരി സംസാരിക്കാൻ വേണ്ടി വന്നതാണ്, നീ ഇപ്പോൾ വന്നതിൽ ഒരു കുഴപ്പമില്ലെന്ന് രണ്ടുപേരും പറയുന്നു. ആ പാഴ്സൽ ജിയാങ്മു ഓർഡർ ചെയ്തതായിരുന്നു. മണമുള്ള മെഴുകുതിരികളായിരുന്നു അത്. നീ സിഹാനോട് ഇതുവരെ നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലേ എന്ന് രണ്ടുപേരും അവനോട് ചോദിക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഈ മെഴുകുതിരികൾ പ്രയോജനപ്പെടും, ഞാനിത് നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവൾ അത് അവൻ്റെ കയ്യിൽ പിടിപ്പിക്കുന്നു. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് അവൻ ചോദിച്ചപ്പോൾ ഇത് കത്തിച്ചു വെച്ചുകൊണ്ട് ഒരുമിച്ചിട്ട് സിനിമ കാണാനൊക്കെ നല്ലതാണെന്നൊക്കെ രണ്ടുപേരും കൂടി അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇത് പറയാനാണ് ഇത്ര അത്യാവശ്യമായി എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതുമായി പോകാൻ തുടങ്ങിയപ്പോൾ ഷെങ്മു ജിയാങ്ങിനെ കൂടി വിളിച്ചെങ്കിലും ഞങ്ങൾ ബിസിനസ്സുകാരി സംസാരിച്ച് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരിക്കുന്നു. ഷെങ്മു പോയ ശേഷമാണ് രണ്ടുപേർക്കും സമാധാനമായത്. ഷെങ്മു വീട്ടിൽ ചെന്ന് അവർ പറഞ്ഞ പോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെക്കുന്നു. റൂയെ ഉറക്കിയ ശേഷം അവിടേക്ക് ഇറങ്ങി വന്ന സിഹാൻ അത് കണ്ടപ്പോൾ വിചാരിച്ചത് അവൻ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാൻ പോവുകയാണെന്നാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന ഒരു സിനിമ കണ്ടാലോ എന്നവൻ ചോദിച്ചപ്പോൾ അവൾ മനസ്സിൽ കുറേ സങ്കല്പിച്ച് കൂട്ടുന്നു. ഹൊറർ സിനിമ കണ്ട് പേടിച്ചവനെ കെട്ടിപ്പിടിക്കുന്നതും അവനെ ആശ്വസിപ്പിക്കുന്നതും അതല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമ കണ്ടൊരു കിസിനുള്ള സാധ്യതയുമൊക്കെ അവൾ സങ്കല്പിക്കുന്നു. പക്ഷേ TV ഓണാക്കിയപ്പോൾ സങ്കല്പക്കൊട്ടാരമെല്ലാം കൂടി തകർന്നു വീഴുന്നുണ്ട്. ആനിമൽസിൻ്റെ ഒരു മൂവിയാണ് അവൻ വെച്ചത്. ഈ മൃഗങ്ങളെ കാണുന്നതാണോ നമ്മളിവിടെ കുത്തിയിരിക്കുന്നതെന്ന് അവൾ ചോദിച്ചു പോകുന്നു. നിനക്കിത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വെച്ചോളാൻ അവൻ പറയുന്നു. അവൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവന് മനസ്സിലാക്കുന്നില്ല. അവൾ ശരിക്കും നിരാശയാകുന്നുണ്ട്. അവളുടെ എക്സ്പ്രഷൻ കണ്ടവൻ TV ഒക്കെ ഓഫ് ചെയ്ത് അവളോട് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും റൂയി അവളെ വിളിച്ച് ഉറക്കെ കരയുന്നത് കേട്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് കൊടുന്നു. അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന് കരഞ്ഞതാണ്. ഞാൻ തിരികെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. അച്ഛനും അമ്മയും എവിടെ പോയിരിക്കുന്നു, അവർക്കെന്നെ വേണ്ട എന്നൊക്കെ അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. സ്വപ്നം കണ്ടതാണ്, പേടിക്കേണ്ടതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആൻറ്റി മകൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ മോന് സ്കൂൾ അവധി ആയതുകൊണ്ട് അമ്മ കുറച്ച് ദിവസത്തേക്ക് നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതാണ്, അല്ലാതെ അവർ തമ്മിലൊരു പ്രശ്നവുമില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ ആൻറ്റി കള്ളം പറയുന്നതാണ്, അവർക്ക് ഞാനിപ്പോൾ ഒരു ഭാരമാണെന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഭാരമാണെന്ന് പറഞ്ഞത് ഷെങ്മുവിനെ ആകെ അസ്വസ്ഥനാക്കുന്നു. കുട്ടിക്കാലം ഓർമ്മ വന്ന് അവൻ വെപ്രാളത്തോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഷെങ്മു താഴേക്ക് വീണു പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അനുശ്രീ സുരേഷിന് കൊറിയൻ മനസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.